ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടതേ ഇപ്പോൾ തിരിച്ച് വന്നതേ ഉള്ളൂ. ദ ലെജൻഡറി ഡയറക്ടർ മണിരത്നം, കമലഹാസൻ റീയുണൈറ്റിംഗ് ആഫ്റ്റർ നായകൻ, ഇഫ് ഐ എം നോട്ട് റോങ്. ആൻഡ് ഒരുപാട് പ്രതീക്ഷകൾ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അമിതമായ പ്രതീക്ഷകളല്ല, പക്ഷേ നായകൻ പോലത്തെ ഉള്ളൊരു വളരെ ക്ലാസ് ആയിട്ടുള്ളൊരു സിനിമ കാണാൻ പറ്റും എന്നുള്ളൊരു ഫീലിങ്ങിൽ, അതായത് പല ടൈപ്പ് ഓഫ് ഡൈനാമിക്സ് ഉള്ള, പല എന്താ പറയുക, നല്ല ഒരു പൊളിറ്റിക്കൽ ഒരു ആക്ഷൻ പരിപാടി. അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. എന്താ പറയുക, ഞാൻ ഉദ്ദേശിക്കാത്തൊരു സാധനം ഉണ്ടല്ലോ, അതാണ് എനിക്ക് കിട്ടിയത്. അത് അയ്യോ, റൈറ്റർ കമലഹാസൻ, മണിരത്നം രണ്ടുപേരും കൂടെയാണ് എഴുതിയേക്കണം. ഒന്നുമില്ല, ടിപ്പിക്കൽ സിനിമ തുടങ്ങും തൊട്ട് അവസാനം വരെ ഇതാണ് സംഭവിക്കാൻ പോണതെന്ന് മനസ്സിലാവുന്ന ഒരു വളരെ ഹൈലി പ്രഡിക്റ്റബിളായ ഒരു കഥ. അപ്പോൾ പിന്നെ നമ്മൾ സെക്കൻഡ് നോക്കുന്നത് മേക്കിംഗ് ആയിരിക്കും. മേക്കിംഗ് വൈസ് സിനിമ വളരെ രസമാണ്. എസ്പെഷ്യലി ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കുറേ കിടിലം നല്ല ഫ്രെയിംസും നല്ല ക്യാമറ ആംഗിൾസും നല്ല സീൻ കോമ്പോസിഷനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്. അതേപോലെ എടുത്ത് പറയേണ്ട ഈ സിനിമയിൽ ഒരു സേവിങ് ഗ്രേസ് പെർഫോമൻസസ് ആണ്. എസ്പെഷ്യലി കമലഹാസൻ ഫസ്റ്റ് ഹാഫ്. നമ്മുടെ സിലംബരസൻ STR എൻ്റെ പൊന്നോ, ഇനി പേര് നേരാവണ്ണം പറഞ്ഞില്ലെന്ന് പറയല്ല കേട്ടോ. ഒരു വായിന്നൊന്ന് സ്ലിപ്പായി പോയോടെ പൊന്നോ. അവനൊക്കെ എന്തൊരു കോമഡിയാടാ നീയൊക്കെ. നിൻ്റെയൊക്കെ ജീവിതത്തിൽ നീയൊക്കെ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ആണോ? നിങ്ങളൊന്ന് വാക്ക് എന്നിട്ട് ഉൾക്കാറില്ലേ? അങ്ങനെ കുറേ എണ്ണം. എന്തായാലും എനിക്ക് പുള്ളിയുടെ ആക്ടിങ് ഈ സിനിമയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. യാതൊരു രീതിയിലും ഓവർ ദ ടോപ്പ് പോവാതെ വളരെ കൺട്രോൾഡ്, വളരെ എന്താ പറയുക, സട്ടിലായിട്ടുള്ള പെർഫോമൻസ് നമ്മൾ പറയില്ല, വളരെ വളരെ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള, അങ്ങനെ ഓവറാക്കാതെ നല്ലപോലെ പിടിച്ച് ചെയ്തൊരു ഗംഭീര പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് സിംബുവിൻ്റെ റോള് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. അതേപോലെ എടുത്ത് പറയുന്ന ക്യാമറ വർക്ക് നമ്മൾ മറ്റേ മനുഷ്യനാണ്, നമ്മുടെ രവി കെ ചന്ദ്രൻ. പിന്നെ പറയേണ്ട ആവശ്യമില്ല, വേറെ ലെവൽ ഫ്രെയിമുകളാണ് മനുഷ്യൻ. AR റഹ്മാൻ്റെ ഈ സിനിമയിൽ ഇനി ഇവിടെ കട്ട് ചെയ്തതാണോ എന്ന് അറിഞ്ഞൂടാ. ഈ ഒരു മറ്റേ പാട്ട് ആൽബത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, മുത്തുമഴ എന്ന് പറഞ്ഞിട്ട്. അത് കട്ട് ചെയ്തതാണ്. അത് ഇല്ലേ എന്തിനാ, ബാക്കിയുള്ള എല്ലാ പാട്ടും ഉണ്ട്, ഇതില്ല. പിന്നെ വിൺമിഴി നായക എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, എൻ്റെ പൊന്നു. ആ ട്രെയിലറിലും ടീസറിലൊക്കെ കാണിച്ച സാധനം എവിടെയാണ്? എന്ത് രസമായിരുന്നത്. എന്നിട്ട് മറ്റേ അവസാനം അന്തരം. അപ്പോൾ പാട്ട് AR റഹ്മാനാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അത്യാവശ്യം നൈസായിട്ടൊക്കെ തന്നെ ചേർത്ത് ചില സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഇതിൽ പിന്നെ അൻപരിവാണ് ആക്ഷൻ. അതിൽ എസ്പെഷ്യലി ഇതിലെടുത്ത് പറയാനുള്ള ഫസ്റ്റ് ഹാഫിൽ ഒരു കാർ സീക്വൻസ് ഉണ്ട്, ഒരു ചേസ് സീക്വൻസും വിത്ത് ഒരു ഗൺ ഷൂട്ട് ഔട്ടും. അടിപൊളിയായിട്ടാണ് എനിക്ക് ആ ഒരു സീക്വൻസ് ഇഷ്ടപ്പെട്ടത്. പിന്നെ കുറേ കരാട്ടെ പരിപാടിയൊക്കെ ഉണ്ട്, അത് വിട്. പിന്നെ എഡിറ്റർ ഒബ്വിയസ്ലി ശ്രീകാർ പ്രസാദ്. ഇങ്ങനെ ആയിരിക്കത്തുള്ളൂ. മണിരത്നത്തിൻ്റെ സിനിമയാണോ പുള്ളിയാണ് ചെയ്യണത്. ആർട്ട് ഡയറക്ടർ സച്ചിൻ പിള്ളൈ, നീരജ് കുമാർ സിംഗ്. പിന്നെ കോസ്റ്റ്യൂം ഇക്ക ലഖാനി. പിന്നെ അമൃത റാം എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ് കമലഹാസന് ഡ്രസ്സ് കൊടുത്തേക്കണത്. രഞ്ജിത്ത് അമ്പാടിയാണ് മേക്കപ്പ്. പിന്നെ അങ്ങനെ പോയി ഇതൊക്കെയാണ്. പിന്നെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി ഉണ്ട്, നമ്മുടെ കമലഹാസൻ, പിന്നെ നമ്മുടെ ട്രിഷ അയ്യോ, ജോർജ് അടിപൊളിയാണ് കേട്ടോ. അലി ഫസൽ അയ്യോ. പിന്നെ നമ്മുടെ സാനിയ മൽഹോത്ര ഒറ്റ പാട്ടിലേ ഉള്ളൂ. പിന്നെ ഐശ്വര്യ ലക്ഷ്മിക്ക് നല്ലൊരു റോളുണ്ട്, പറയാം. നാസർ കൊള്ളാം. നാസറിൻ്റെയും കമലഹാസൻ്റെയൊക്കെ ഒരു വാക്ക് തർക്കത്തിൻ്റെ ഒക്കെ ഒരു സാധനമുണ്ട്, അത് നൈസായിരുന്നു. അതാണ് പറഞ്ഞത്, പെർഫോമൻസ് വൈസ് ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. എനിക്ക് എവിടെയൊക്കെ കൊള്ളാം, കുറച്ചല്ല ചതി മറ്റതൊക്കെ. പിന്നെ ഞാൻ ജൂലിയർ സീസറിൻ്റെയൊക്കെ ഒരു ഷേക്സ്പിയറിൻ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതേപോലെ ലാസ്റ്റ് ക്ലൈമാക്സ് ഇനിയിപ്പോൾ എനിക്ക് തോന്നിയതാണോ, ഇനി നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയ താഴെ പറയുക. എനിക്ക് ബാറ്റ്മാൻ വി സൂപ്പർമാനാണ് വന്നത്. ബാറ്റ്മാൻ വി സൂപ്പർമാൻ ഇല്ലേ, സാക്ക് സ്നൈഡറിൻ്റെ പടം, മറ്റേ മേൽക്കുതിരയല്ല ഫൈറ്റ്, പഴയ ഫാക്ടറിയിലെ, ഏകദേശം അതുപോലെ തന്നെ. മാത്ത എന്ന് പറയുന്നതിന് പകരം ഇവിടെ വേറെ പല കാര്യങ്ങളും പറയുന്നു. സെക്കൻഡ് ഹാഫ് പുള്ളി മറ്റേ ഈ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ഈ മഞ്ഞ് റീജിയനിൽ പോകുമ്പോൾ അതിന് അവലാഞ്ച് എന്ന് പറയും. അതിന് ഒരു 5%, അതിനൊരു 5 പൈസയുടെ വിലയെങ്കിലും കൊടുക്കണം കേട്ടോ. അത് ബസ്സല്ല, അത് ബസ് റൂട്ടല്ല. അത് ഇങ്ങനെ മലയിൽ നിന്ന് മോളിൽ നിൽക്കുന്നവർക്ക് താഴെ മറ്റേ കൊണ്ട് വിടണ സാധനമല്ല അത്. പിന്നെ ബുള്ളറ്റ്, അത് വീട്. അതാണ്, ബുള്ളറ്റിന് 10 പൈസയുടെ വിലയില്ല. അവലാഞ്ച് എന്ന് പറഞ്ഞ സാധനത്തിന് 5 പൈസയുടെ വിലയില്ല. അത് വെറുതെ മറ്റേ നാട്ടുകാർക്ക് അവിടെ നിന്ന് ഇവിടം വരെ എത്തായി. പിന്നെ 2 വർഷം കൊണ്ട് ജാക്കി ജാനാവാം, അങ്ങനെയൊക്കെ. സെക്കൻഡ് ഹാഫ് എൻ്റെ അപ്പോൾ എന്തൊക്കെയോ ഭയങ്കര റഷ്ഡായിട്ട് തോന്നി. ഒട്ടും അങ്ങോട്ട് സിങ്ക് ആവാത്തത് പോലെ തോന്നി.
പിന്നെ അടുത്ത 5 പൈസയ്ക്ക് കൊടുത്തത് മയക്ക്, നമ്മൾ മറ്റേ ഉറങ്ങാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മരുന്ന് വിട്, ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇഞ്ചക്ഷൻ ഒരു പ്രത്യേകമുണ്ട്. ഡയറക്റ്റ് നമ്മൾ ബ്ലഡിലോട്ടാണ് കയറ്റണം, പെട്ടെന്ന് ഇത് കയറും. ഒരു മയക്ക് വെടിക്കൊക്കെ ഒരു 10 പൈസയുടെ വിലയൊക്കെ കൊടുക്കണം കേട്ടോ വല്ലപ്പോഴും. അതും കുത്തി വെച്ചിട്ട് അങ്ങേരിരുന്ന് ഫൈറ്റോട് ഫൈറ്റ്. എന്തോന്നിട ഇതൊക്കെ. ഞാൻ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി എനിക്കൊരു എവിടെയൊക്കെയോ മിസ്സിങ്ങും എവിടെയൊക്കെയോ ഒരു ഹൈ മൂമെൻറ്റ് തരാതെ പുള്ളി എന്തൊക്കെയോ കരാട്ടയും കുൻഫുവൊക്കെ കാണിക്കണം. പക്ഷേ നമുക്ക് അതിലോട്ട് അങ്ങോട്ട് എത്തണില്ല. നമ്മൾ അങ്ങോട്ട് കുറേ ഇമോഷണൽ സീനൊക്കെ ഉണ്ട്, അതൊന്നും അങ്ങോട്ട് പോയില്ല. പിന്നെ ഒരു ട്രിഷ ചിന്ന വീട് സെറ്റപ്പ് അങ്ങനെയൊക്കെ ഒരു എന്തൊക്കെയോ ഒരു ഹൈലി പ്രഡിക്റ്റബിളായ ഒരു പടം. ചക്കച്ചവന്ത വാനം ഇതിനീന്നും ചെക്കച്ചവന്ത വാനം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഇതിന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു പടം ഉണ്ടെന്നറിയാം, ഇത് വെച്ച് കമ്പയർ. പിന്നെ ഇന്ത്യൻ 2 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിടിലമാണ് കേട്ടോ, അതിലൊന്നും പറയാനില്ല. ചുമ്മാ ഒരുമാതിരി എനിക്കെന്തോ ഒരു ബിലോ ആവറേജ് ഒരു ഫീലാണ് ഈ സിനിമ തന്നത്. സോ നിങ്ങൾ സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ ഡെഫിനറ്റ്ലി പറയുക. കുറേ അത്യാവശ്യം നല്ല കുറേ ഫ്രെയിമുകളും കാര്യങ്ങളും കുറച്ച് ഇത്തിരി അവിടെ ഇവിടെയൊക്കെ ഉള്ള ഇത്തിരി എന്തൊക്കെയോ സീനുകളും പെർഫോമൻസും അങ്ങനെയൊക്കെ ഇരുന്ന് കണ്ടു തീർക്കാൻ പറ്റിയൊരു സിനിമ പോലെയാണ് എനിക്ക് തഗ് ലൈഫ് തോന്നിയത്. ഇത് തികച്ചും എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ ബൈ.